ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിതാ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിട്ട് പോവേണ്ട ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ്, ഗ്രാമർ പോർഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് കൂടിയാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ പഠിക്കേണ്ട ഡിസ്കോഴ്സസ് എന്ന് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ഈ ന്യൂസ് റിപ്പോർട്ട്, ലെറ്റർ, ഇമെയിൽ, അതിൻ്റെയൊക്കെ ഫോർമാറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഡിസ്കോഴ്സ് എന്ന് കേട്ട് നിങ്ങൾ വേറെ എന്തോ ആണെന്ന് വിചാരിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് പോവേണ്ടതാണ് ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ, ന്യൂസ് റിപ്പോർട്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫോമലും ഇൻഫോമൽ ലെറ്റർ രണ്ട് രീതിയിലുള്ളതും, മീൻസ് ഫോമൽ ലെറ്ററും ഇൻഫോമൽ ലെറ്ററും പഠിക്കുക. രണ്ടിൻ്റെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫോമൽ ആൻഡ് ഇൻഫോമൽ ഇമെയിലിൻ്റെ ഒരു ഇമെയിൽ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത്, ഫോമലും ഇൻഫോമലായിട്ടുള്ള ഇമെയിൽ, 2 ടൈപ്പ് ഇമെയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാം, അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ സ്പീച്ച് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് പോവുക, ഫോർമാറ്റ് അല്ല. പിന്നെ എന്താണ് സെമിനാർ റിപ്പോർട്ട് +2കാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. പിന്നെ അത് മാത്രമല്ല ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പേടിക്കേണ്ട. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, അയാളടുത്ത് കോമൺ ആയിട്ട് ഏതൊരു വ്യക്തിയോടും കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന, സാധാരണ രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു 7-8 ചോദ്യങ്ങളാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ ആ വ്യക്തികളോടൊക്കെ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതിനോടൊപ്പം ആഡ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഒന്ന് കയറ്റി എഴുതിയാൽ മതി, അവിടെ ഫുൾ മാർക്ക് കിട്ടും. അല്ലാണ്ട് ആ ചോദ്യങ്ങൾ മാത്രം എഴുതിയെന്ന് പറഞ്ഞ് അവിടെ കിട്ടില്ല. ആ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. എന്നാൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി വരുന്നതാണ് നമ്മുടെ ബ്ലർബ്. നിങ്ങൾക്ക് എന്താണ് +2കാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ബ്ലർബ് മീൻസ് ഒരു ബുക്കിൻ്റെ പുറന്താൾ കുറിപ്പ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ബുക്കിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഓഥർ എഴുതുന്ന കാര്യമില്ലേ, അതാണ് ബ്ലർബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫോർമാറ്റ് പഠിച്ചിട്ട് പോവുക. പിന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരു ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഫോർമാറ്റ് നോക്കണം. പിന്നെ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, സ്കിപ്പ് ചെയ്യരുത് ആപ്ലിക്കേഷൻ ലെറ്റർ അതിൻ്റെ റെസ്യൂമിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാം, ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ലെറ്റർ ഇതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് ബ്ലോഗ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ബ്ലോഗ് നമ്മുടെ സ്റ്റാമറില്ലേ, പോയം നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സ്റ്റാമറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബ്ലോഗൊക്കെ, അതിലാണ് നമ്മൾ പഠിക്കുന്ന ബ്ലോഗിനെ കുറിച്ചിട്ടൊക്കെ. സോ അത് എല്ലാവരും നോക്കിയിട്ട് പോകണം. പിന്നെ നമുക്കറിയാം, എന്താ പറയുക, കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ട്, റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട്, ആർട്ടിക്കിൾ, എസ്സേ, ഇങ്ങനെയുള്ള മീൻസ് ഉപന്യാസം പോലുള്ള കാര്യങ്ങൾ, പാസേജ് റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ ഇത്. അപ്പോൾ ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ടിൻ്റെയും ലെറ്ററിൻ്റെയും ഇമെയിലിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെയും ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ എവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഗ്രാമർ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമർ നമുക്ക് കുറച്ച് മാർക്കിനൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ മീൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷനാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എഡിറ്റിംഗ് മസ്റ്റായിട്ടും ചോദിക്കും. നമുക്ക് എന്താ പറയുക, 1-2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ എഡിറ്റിംഗ് എല്ലാവരും പഠിച്ചിട്ട് പോവാം. 8ാം ക്ലാസ് മൂലം നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ നമ്മൾ. ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇത് നമുക്ക് എന്താ പറയുക, +2ന് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. +1 വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ +2കാർക്ക് ചോദിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല റിപ്പോർട്ടഡ് സ്പീച്ച് എന്താ പറയുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എഡിറ്റിംഗ് പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ടെൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പറയാൻ പറ്റത്തില്ല നമുക്ക്, അത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ചോദിക്കത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഫ്രേസൽ വെർബ്സും ഇഡിയംസും. ഫ്രേസൽ വെർബും ഇഡിയും ഒക്കെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. പക്ഷേ +2കാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. +1കാർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ +2കാർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ പഠിക്കുന്നുണ്ട് നമ്മൾ ഇഡിയംസിനെ പറ്റിയിട്ടും ഫ്രേസൽ വെർബ്സിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതും പറ്റുന്ന പോലെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എഡിറ്റിങ്ങും റിപ്പോർട്ടഡ് സ്പീച്ചും പഠിക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് പഠിച്ചാൽ മതി. എഡിറ്റിംഗ് റിപ്പോർട്ടഡ് സ്പീച്ചുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, യൂണിറ്റ് 3ഉം 4ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ കറക്റ്റ് പോർഷനാണ് 3ഉം 4ഉം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത്
മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ് എ 3 വീൽഡ് റെവല്യൂഷൻ, ദീദി എന്ന് പറയുന്ന കഥ, പിന്നെ എന്താ സ്റ്റാമർ എന്ന് പറയുന്ന പോയോ. ആ 3 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്, റൈസ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ഈ 3 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ക്രിസ്മസ് പരീക്ഷയുടെ കറക്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഇത് എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് അതിനകത്ത് നിന്ന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡ്രഗ് അബ്യൂസിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അത് മാത്രമല്ല എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട്, ഓക്കെ, അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ജനറലായിട്ടൊക്കെ എന്താ പറയുക എസ്സേ ചോദിക്കാറുണ്ട് 8 മാർക്കിന്. അഥവാ എസ്സേ വന്നില്ല എന്നുണ്ടെങ്കിൽ 6 മാർക്കിൻ്റെ സെക്ഷനിലെ അതിനകത്തും വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 6 ചാപ്റ്റേഴ്സ് മീൻസ് യൂണിറ്റ് 3, 4 ഒരു എന്താ പറയുക ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാം കവർ ചെയ്ത് പഠിച്ചിട്ട് പോകുക. പ്രത്യേകിച്ച് ഈ ഡ്രഗ്സിൻ്റെയും പിന്നെ അത് മാത്രമല്ല എൻവയോൺമെൻറ്റിൻ്റെയും ഒക്കെ ആ ഒരു ചാപ്റ്റേഴ്സൊക്കെ കേട്ടോ. ഇനി റിവിഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ നമ്മൾ പഠിക്കണം. മീൻസ് ഓണപരീക്ഷയുടെ പോർഷൻ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. പ്രത്യേകിച്ചും യൂണിറ്റ് 1 നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷകൾക്കുൾപ്പെടെ യൂണിറ്റ് 1 നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, എനി വിമൻ, പിന്നെ എന്താ മാച്ച് ബോക്സ്, ഹൊറിഗലും. വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ് അതെല്ലാം. മൊത്തത്തിൻ്റെ തീം എന്താണ്? എല്ലാത്തിൻ്റെ തീം വിമൻ എംപവർമെൻറ്റ്, എന്താ പറയുക സ്ത്രീ ശാക്തീകരണം അല്ലേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നമുക്ക് ജനറലായിട്ടൊക്കെ എസ്സേ ചോദിക്കാറുണ്ട് 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും. പബ്ലിക് എക്സാമിന് 8 മാർക്കിന് എന്താ പറയുക മറ്റേ യൂണിറ്റ് 1 ചോദിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും മറ്റേ 3 L's ഓഫ് എംപവർമെൻറ്റില്ലേ അതിനകത്തുള്ള എന്താ പറയുക നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡയുടെ സ്പീച്ച് ബേസ് ചെയ്തിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത് എസ്സേ ഒക്കെ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് യൂണിറ്റ് 3, 4 മാത്രം പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. യൂണിറ്റ് 1, 2 കൂടി തന്നെ പഠിക്കണം. എല്ലാം ഒന്ന് വായിച്ചിട്ട് പോകണം. യൂണിറ്റ് 1 നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ. അതുകൊണ്ട് തന്നെ അതുകൂടി നിങ്ങൾ നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഞാൻ കുറച്ച് വീഡിയോസ് ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഫോർമാറ്റൊക്കെ ഒന്ന് നോക്കി വെക്കുക, നല്ലതായിരിക്കും അത്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ, കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളൂ. പറ്റുന്ന പോലെ ഞാൻ എന്ത് ചെയ്യാം അപ്ലോഡ് ആക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.